ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീകൃഷ്ണ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. 2026 ഫെബ്രുവരി മാസം 7-ാം തീയതി. അന്ന് ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഷഷ്ടിയാണ്. ഷഷ്ടി തിഥി ആരംഭിക്കുന്നത് 2026 ഫെബ്രുവരി മാസം 7-ാം തീയതി 1:18 മുതൽ ഫെബ്രുവരി 8-ാം തീയതി 2:54 വരെയാണ്. അതുകൊണ്ട് തന്നെ ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഷഷ്ടി എന്ന് പറയുന്നത് 2026 ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ്. കാരണം അന്ന് വെളുപ്പിനെ 1:18 മുതൽ ഷഷ്ടി തുടങ്ങുന്നു. ഫാൽഗുന മാസത്തിലെ ഈ കൃഷ്ണപക്ഷ ഷഷ്ടിയിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മാതാവായ യശോദ മാതാവിൻ്റെ ജനനം. അതായത് ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഷഷ്ടി നമ്മൾ യശോദ ജയന്തിയായി ആഘോഷിക്കുന്നു. എന്തുകൊണ്ടാണ് യശോദയും വസുദേവരും ശ്രീകൃഷ്ണ ഭഗവാന്റെ വളർത്തമ്മയും വളർത്തച്ഛനുമായി മാറിയത്? അവരെന്ത് പുണ്യം ചെയ്തിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം, കുറച്ചു കാലം ഭഗവാന്റെ സകല കുസൃതികളും കണ്ട് ആനന്ദിക്കുവാനുള്ള ആ ഒരു ഭാഗ്യം, വളരെ കുറച്ചു കാലം, ഏകദേശം 10 വയസ്സ് വരെ മാത്രം പ്രായം, ആ 10 വയസ്സ് വരെ മാത്രം പ്രായമുള്ള കാലത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അമ്മയും അച്ഛനുമായി ജീവിക്കുവാനും കണ്ണൻ്റെ എല്ലാ കുസൃതികളും ആസ്വദിക്കുവാനും ഒരു മാതാവ് എന്ന നിലയിൽ ആ മാതൃത്വം പൂർണ്ണമായി അനുഭവിക്കുവാനും യശോദയ്ക്ക് കഴിഞ്ഞു. ഒരുപക്ഷെ ദേവകിക്ക് പോലും, പെറ്റമ്മയായ ദേവകിക്ക് പോലും ലഭിക്കാത്ത ഒരു മഹാഭാഗ്യമാണ് കൃഷ്ണൻ യശോദയ്ക്ക് കൊടുത്തത്. കാരണം കൃഷ്ണനെ വഴക്കു പറയാനും ശാസിക്കാനും സ്നേഹിക്കാനും കണ്ണൻ്റെ കുസൃതികളൊക്കെ കണ്ട് ആനന്ദിക്കുവാനും ഒക്കെ, എന്തിനു പറയുന്നു, ഭഗവാനെ കെട്ടിയിടാൻ പോലുമുള്ള ഭാഗ്യം അമ്മയായ യശോദയ്ക്കാണ് ഭഗവാൻ കൊടുത്തത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ഭാഗ്യം യശോദയ്ക്കും വസുദേവർക്കും ശ്രീകൃഷ്ണൻ കൊടുത്തത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എത്ര പേർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ഭാഗ്യം ലഭിച്ചത് എന്ന് അറിയാമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കമൻ്റ് ഇടണം. നിങ്ങളുടെ അറിവ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കമൻ്റ് ഇട്ടുകൊള്ളുക. അതിനുശേഷം നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണോ ഞാൻ പറയുന്നത് എന്ന് കേൾക്കുക. ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് ഈ ഭാഗം കേൾക്കണം, ആനന്ദിക്കണം, പ്രാർത്ഥിക്കണം. അതായത് പണ്ട് അഷ്ടവസുക്കളിൽ ദ്രോണൻ എന്ന ഒരു വസുവുണ്ടായിരുന്നു. പലപ്പോഴും ഭാഗവതമൊക്കെ പറയുന്ന സമയത്ത് ഈ അഷ്ടവസുക്കളെ പറ്റി പറയാറുണ്ട്. അതായത് 8 വസുക്കൾ. 8 വസുക്കൾ പിന്നീട് ഭൂമിയിൽ അവതരിച്ചു എന്നും അതിലെ ഒരു വസുവാണ് ദ്രോണൻ എന്നുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തും വസുക്കൾ ആരാണ് എന്നുള്ളതിനെപ്പറ്റി വിശദമായി മറ്റൊരു ദിവസം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആരാണ് വസുക്കൾ? അതായത് ബ്രഹ്മപുത്രനായ ദക്ഷ പ്രജാപതിയുടെ ഒരു പുത്രി ഉണ്ടായിരുന്നു. ആ പുത്രിയുടെ പേര് വസു എന്നായിരുന്നു. ആ പുത്രിയായ ദക്ഷ പ്രജാപതിയുടെ പുത്രിയായ വസുവിൽ ധർമ്മദേവന് ജനിച്ച ദേവതകളാണ് വസുക്കൾ. 8 ദേവതകളുണ്ട്. അതുകൊണ്ടാണ് അഷ്ടവസുക്കൾ എന്ന് പറയുന്നത്. മഹാഭാരതത്തിലും രാമായണത്തിലും വിഷ്ണു പുരാണത്തിലും ഒക്കെ തന്നെ
വസുക്കളെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അഷ്ടവസുക്കളിൽ ദ്രോണൻ എന്ന ഒരു വസു അദ്ദേഹത്തിൻ്റെ പത്നിയായ ധരയോടുകൂടി ചില അധർമ്മങ്ങളായ ചില പാപകർമ്മങ്ങൾ അനുഷ്ഠിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഭൂമിയിൽ ഒരു ജന്മം മനുഷ്യരായി കഴിഞ്ഞുകൂടണം എന്ന് ബ്രഹ്മദേവൻ അവരോട് പറയുന്നു. അവർ ഭക്തിപൂർവം ബ്രഹ്മദേവൻ്റെ തൃപ്പാദങ്ങളിൽ വീണ് തങ്ങൾക്ക് മാപ്പ് നൽകണം, അറിവില്ലാതെ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞ് കരഞ്ഞ് അപേക്ഷിച്ചു. ഈ വസുക്കളുടെ മുത്തച്ഛനാണ് അല്ലേ ബ്രഹ്മദേവൻ. കാരണം മുതുമുത്തച്ഛൻ ബ്രഹ്മദേവൻ്റെ പുത്രനായ ദക്ഷപ്രജാപതിയുടെ മകളായ വസുവിൽ ധർമ്മദേവന് ജനിച്ച പുത്രന്മാരാണ് വസുക്കൾ. അതുകൊണ്ട് തന്നെ ഒരു സ്നേഹവാത്സല്യം ബ്രഹ്മദേവന് അവരോട് ഉണ്ടായിരുന്നു. അങ്ങനെ മാപ്പ് അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തൊഴിലാണ് പശുവിനെ വളർത്തുക, പശുപാലനം എന്നുള്ളത്. ഇടയ കുലത്തിൽ ജനിച്ചിട്ടുള്ള ആളുകളാണ് ഈ തൊഴിൽ അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ പശുപാലനം എന്ന തൊഴിൽ ചെയ്യുന്ന ഇടയ കുലത്തിൽ നിങ്ങൾ ദമ്പതികളായി ജനിച്ചുകൊള്ളുക എന്ന് ബ്രഹ്മദേവൻ അവരോട് പറയുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളവിടെ ദമ്പതികളായി ജീവിച്ചുകൊള്ളുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ധർമ്മമാർഗത്തിൽ ജീവിക്കുക. അങ്ങനെ പരമമായ ആനന്ദത്തോടു കൂടിയും സൗഖ്യത്തോടു കൂടിയും തങ്ങളുടെ തൊഴിൽ അനുഷ്ഠിച്ച് കുറേ കാലം ജീവിച്ചതിനു ശേഷം തിരിച്ചു പോന്നോളൂ എന്ന് ബ്രഹ്മദേവൻ അവരോട് പറയുന്നു. അത് കേട്ടതും ഈ ദ്രോണർ എന്ന വസുവിന് സങ്കടമായി. അദ്ദേഹം സങ്കടത്തോടു കൂടി പറയുകയാണ്, ബ്രഹ്മദേവ, എന്നും മഹാവിഷ്ണുവിനെ പൂജിച്ചും പ്രാർത്ഥിച്ചും നിഷ്കളങ്കമായ ഭക്തിയോടും കൂടി കഴിയുകയായിരുന്നല്ലോ അടിയങ്ങൾ. അറിയാതെ ചില അധർമ്മങ്ങൾ ചെയ്തു പോയി. പക്ഷേ എന്നും മഹാവിഷ്ണുവിനെ പൂജിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ പത്നിയും. അങ്ങനെയുള്ള ഞങ്ങൾ എങ്ങനെയാണ് ഇടയവർഗത്തിൽ പോയി ഭൂമിയിൽ ജീവിക്കുന്നത്? അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് എന്താണ് ഒരു ഗതി എന്ന് ഈ ദ്രോണർ എന്ന വസു ബ്രഹ്മദേവനോട് ചോദിക്കുന്നു. അത് കേട്ടതും ബ്രഹ്മദേവൻ അവരോട് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വിഷ്ണു ഭക്തരാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണു ഭക്തരായ നിങ്ങളെ എന്നും വൈകുണ്ഠപതി നന്നായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഭൂമിയിൽ പോയി ജനിച്ചാലും അവിടെയും വൈകുണ്ഠപതിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും. അതുമാത്രമല്ല, പുത്രഭാവത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് പല വ്രതങ്ങളും എടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തതുകൊണ്ട്, അതായത് പുത്രഭാവത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ പൂജിക്കുകയും വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തതുകൊണ്ട് നിങ്ങളിനി ഭൂമിയിൽ ജനിക്കുമ്പോൾ അടുത്ത ജന്മത്തിൽ നിങ്ങൾ ഇടയകുലത്തിൽ ജനിക്കുന്ന സമയത്ത് അദ്ദേഹം പുത്രഭാവത്തിൽ ഒരു ശിശുവായി കുറേ കാലം നിങ്ങളെ മഹാവിഷ്ണു ആനന്ദിപ്പിക്കും എന്ന് പറയുകയാണ്. അതുമാത്രമല്ല, പശുപാലനം എന്ന തൊഴിൽ, പശുപാലനം ശ്രീഹരിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമാണ്. ശ്രീഹരിയുടെ പ്രീതിക്ക് വേണ്ടി അനുഷ്ഠിക്കാവുന്ന ഒരു സൽക്കർമ്മമാണ് പശുപാലനം എന്നുള്ളത് എന്ന് ബ്രഹ്മദേവൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ബ്രഹ്മദേവൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ ദ്രോണർക്കും പത്നിയായ ധരയ്ക്കും വലിയ സന്തോഷമായി. അവർ ബ്രഹ്മദേവനെ വീണ്ടും നമസ്കരിക്കുന്നു. എന്നിട്ട് വീണ്ടും അപേക്ഷിക്കുകയാണ്, ഭഗവാനെ ബ്രഹ്മദേവ,
അടിയങ്ങളെ അനുഗ്രഹിക്കണം. അടിയങ്ങൾ ഗോപാലവർഗത്തിൽ ജനിച്ച് വർഗ തൊഴിലിനനുസരിച്ച് ജീവിക്കുന്ന കാലത്ത് കുറേ കാലമെങ്കിലും സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ മഹാവിഷ്ണു ഒരു ചെറു പൈതലായി അടിയങ്ങളുടെ മുമ്പിൽ വിളയാടി കളിച്ചു കാണുവാൻ ഇടവരും എങ്കിൽ മനുഷ്യരായി ഒരു ജന്മമല്ല എത്ര ജന്മം വേണമെങ്കിലും ജനിക്കുവാൻ അടിയങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ബ്രഹ്മദേവനെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ബ്രഹ്മദേവൻ അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം നൽകിയതിനു ശേഷം അന്തർധാനം ചെയ്തു. കാലാന്തരത്തിൽ ആ ദമ്പതികൾ നന്ദഗോപനും യശോദയുമായി അമ്പാടിയിൽ ജനിക്കുകയാണ്. വസുദേവൻ്റെ പുത്രനായ കൃഷ്ണൻ ഒരു കുഞ്ഞു പൈതലായി, ചെറു പൈതലായി അവരുടെ പുത്രഭാവത്തിൽ അമ്പാടിയിൽ ലീലകളാടി യശോദയെയും നന്ദഗോപരെയും രസിപ്പിച്ചു എന്നുള്ളതാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ അത്യധികമായ സ്നേഹവാത്സല്യമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഭഗവാൻ തൻ്റെ ഭക്തർക്ക് കൊടുക്കുന്ന അനുഗ്രഹം എത്ര വലുതാണ് എന്നുള്ളതാണ് നമുക്ക് യശോദയുടെയും നന്ദഗോപരുടെയും ഈ പൂർവ ജന്മകഥയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഭഗവാൻ അവസരം വരുന്ന സമയത്ത് തൻ്റെ ഭക്തർക്ക് എത്രത്തോളം അനുഗ്രഹങ്ങൾ നൽകുമെന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല. കാരണം എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയാലും ഭഗവാന് മതി വരികയില്ല. അത്ര കരുണാമയനാണ്, ആശ്രിത വത്സലനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. നിങ്ങൾക്ക് യശോദയ്ക്കും നന്ദഗോപർക്കും ഈ ഭാഗ്യം എങ്ങനെ ലഭിച്ചു എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണോ ഇതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമൻ്റായിട്ട് ഇടണം. അന്നേ ദിവസം വിഷ്ണു സഹസ്രനാമം ജപിച്ച് പ്രാർത്ഥിക്കുന്നതും ഷഷ്ഠി ആയതുകൊണ്ട് മുരുകദേവനെ പ്രാർത്ഥിക്കുന്നതും അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ നാരായണ നാരായണ എന്നുള്ള നാമം, ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രമൊക്കെ ജപിക്കുക, മുരുകദേവനെ പ്രാർത്ഥിക്കുക. ഈ രണ്ട് ദേവതകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് 2026 ഫെബ്രുവരി മാസം 7-ാം തീയതി നിർബന്ധമായും എല്ലാവരും നാമം ജപിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.